എമ്പുരാൻ ഒരു ഉഗ്രൻ സിനിമയാണ്. അതിഗംഭീര മേക്കിങ്ങിലൂടെ നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന സിനിമ. ലൂസിഫർ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് എമ്പുരാൻ തുടങ്ങുന്നതും. എന്നാൽ മറ്റൊരു ലൂസിഫർ കാണാത്ത മറ്റൊരു പ്രേക്ഷകന് ഇത് സ്റ്റാൻഡ് ലോൺ സിനിമയെ തന്നെ ഫീൽ ചെയ്യും എന്നത് യാതൊരു സംശയമില്ല. കാരണം അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നതും. നമ്മളന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് കൂടുതൽ ലൂസിഫറിൽ കണ്ടതെങ്കിൽ ഇതിൽ എബ്രഹാം ഖുറേഷിയാണ് കൂടുതലും കാണാൻ പോകുന്നത്. ലൂസിഫറിലെ പോലെ തന്നെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് മോഹൻലാലിൻ്റേത്. എന്നാൽ ലൂസിഫറിനേക്കാളും കുറവാണെന്ന് തോന്നിപ്പോകും എമ്പുരാനിൽ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടറിനും അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട്. ആർക്കും കൂടുതലോ കുറവോ ഒന്നും പറയാനില്ല. എല്ലാവർക്കും അതിൻ്റേതായ പ്ലേസ്മെൻറ്റ് കൊടുത്താണ് വൺ ബൈ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഓരോ ആൾക്കാരുടെയും കഥയിലൂടെയാണ് സിനിമ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ ഒരിടത്ത് സായിദ് മസൂദിനെ കൂടുതലായിട്ട് അവതരിപ്പിച്ച്, ഖുറേഷിയെ കൂടുതലായിട്ട് അവതരിപ്പിച്ച്, ചെറുതായിട്ട് അവതരിപ്പിച്ച് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അതിൻ്റേതായ ഒരു ടൈമിംഗ് കൊടുത്ത് വെൽ മെയ്ഡ്, വെൽ സ്ക്രിപ്റ്റഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ഹോളിവുഡോ ബോളിവുഡ് സിനിമ കണ്ട പോലെ ഒരു ഫീലാണ്. ആ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ അതിശയിപ്പിക്കും. അത്രയ്ക്ക് നമ്മളൊരു ഇൻ്റർനാഷണൽ സിനിമ കാണുന്ന ഒരു ക്രാഫ്റ്റ് മേക്കിംഗ് സ്റ്റൈലൊക്കെ ആ ചിത്രത്തിനുണ്ട്. പൃഥ്വിരാജിനെയാണ് സത്യം പറഞ്ഞാൽ പ്രശംസിക്കേണ്ടത്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ലൂസിഫർ എന്ന സിനിമ വെച്ച് നോക്കുമ്പോൾ മലയാളികൾക്ക് കൂടുതൽ അടുത്ത് നിർത്താൻ കഴിയുന്നത് ലൂസിഫർ തന്നെയായിരിക്കും. എമ്പുരാൻ്റെ സ്കെയില് വളർന്നിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് സഞ്ചരിച്ചു. ഇന്നത്തെ തലമുറയ്ക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഈ സിനിമയിലേക്ക് വരും. വലിയ വലിയ ഗ്യാങ്ങുകൾ, ഖുറേഷി ആരോടാണ് എതിർത്ത് നിൽക്കുന്നത് എന്നതൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട്. നമ്മൾ ലൂസിഫർ എന്ന സിനിമയിൽ കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, ആരൊക്കെയാണ് ഖുറേഷിയുടെ എതിരാളികളും ഖുറേഷി ആരുടെയൊക്കെ കൂട്ടത്തിലാണ് ഉള്ളതും, ഖുറേഷിയുടെ ഇല്ലുമിനാറ്റി ഗ്രൂപ്പുകളും സിക്കാഡ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. ഇതിലും അതേ റെഫറൻസുകൾ തന്നു പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഇല്ലുമിനാറ്റിയെ ഞാൻ എവിടെയും കണ്ടില്ല. അതിനി ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞ് കൂടുതൽ ഇനിയിപ്പോൾ ഒന്നും കൂടെ കണ്ടാലേ ചിലപ്പോൾ മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ തോന്നിപ്പോവും. അതുപോലെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചില സ്ഥലങ്ങളെ കണ്ടുപോകും. പിന്നെ മൂന്നാമത്തിലേക്ക് ലീഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതിഗംഭീരമാണ്. നമ്മളെന്ത് ലൂസിഫറിൽ നമ്മൾ അവസാന ടെയിൽ എൻഡിൽ ഖുറേഷിയെ കണ്ടതുപോലെ തന്നെ ഇതിലും നമ്മളെ വിസ്മയിപ്പിക്കാനുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടു തന്നെ അറിയണം. ഭയങ്കര സർപ്രൈസുകളാണ് അതൊക്കെ. ഡ്രാഗൺ ചിഹ്നം വെച്ച് വരുന്ന ആ വലിയ ഗ്രൂപ്പ്, ആ വലിയ വില്ലൻ ആരാണെന്നും ഇനിയിപ്പോൾ തേർഡ് പാർട്ടിൽ പറയാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്നും അതിലാരൊക്കെ വരുമെന്നും ഉള്ള സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പാർട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും മൂന്നാമത്തെ പാർട്ട് കാണാൻ വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അതുപോലുള്ള സാധനങ്ങളാണ് ലീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മലയാളികൾ എന്തായാലും കാണും, ഉറപ്പാണ്. ഇനിയിപ്പം ക്രാഫ്റ്റ് എങ്ങനെ വലുതാവും എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ക്രാഫ്റ്റ് ഇതിൽ വലുതാകാൻ സാധ്യതയുണ്ട്. കാരണം ഖുറേഷിയൊക്കെ ഇനി ആരുമൊക്കെയായി വരാൻ പോകുന്നു എന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇനി എന്തൊക്കെ വലിയ സംഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. കൂടുതലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായി പോകും. സസ്പെൻസുകൾ എന്നല്ല, ആസ്വാദനത്തെ ബാധിക്കും. പിന്നെ കൂടുതൽ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. എമ്പുരാൻ്റെ കഥ പോകുന്ന രീതി വളരെ സ്റ്റൈലാണ്. മേക്കേഴ്സ് പറഞ്ഞതുപോലെ നമ്മൾ കൊതിക്കും, സ്റ്റീഫനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിക്കുമെന്ന് പറയത്തില്ലേ, അതുതന്നെയാണ് ഇതിൽ സംഭവിച്ചത്. നമ്മൾ സ്റ്റീഫനെ കാണാൻ വേണ്ടിയാണ് കൊതിച്ചിരിക്കുന്നത്. അങ്ങനെ ചില മുഹൂർത്തങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായി സന്തോഷിക്കുകയും ആർത്തുല്ലസിക്കുകയൊക്കെ ചെയ്യുന്ന അവസരത്തിലേക്ക് വരും എന്നെനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഗൂസ് പമ്പും കോരിത്തിരിപ്പിക്കുന്ന രംഗങ്ങളും ഒക്കെ സ്റ്റീഫൻ്റേതാണ്. എബ്രഹാം ഖുറേഷിയുടെ ഇല്ല എന്നല്ല പറയുന്നത്, എന്നാലും അതിലൊരുപടി മുകളിൽ നിൽക്കുന്നത് സ്റ്റീഫൻ്റെ തന്നെയാണ്. പിന്നെ അങ്ങനെ ചില മൊമെൻറ്റുകളുണ്ട്, നമ്മളെ വിസ്മയിപ്പിക്കുന്ന ചില മൊമെൻറ്റുകൾ, മാസ് മൊമെൻറ്റുകൾ. അത് ഈ ഫാൻസുകാർക്കും ആഘോഷിക്കാവുന്ന രീതിയിൽ തന്നെ. ഇന്നത്തെ തലമുറ ഇതിൻ്റെയൊക്കെ പുറകിലാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആഘോഷം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പൃഥ്വിരാജ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സും ഇൻ്റർവൽ പോർഷനും തുടക്കം, പിന്നല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സീനുകളുണ്ട് എല്ലാത്തിനും. സ്റ്റീഫൻ്റെ മാത്രമല്ല, ഈ പറയുന്ന സായിദിനുമുണ്ട്, പ്രിയദർശിനിക്കുമുണ്ട്, ജതിൻ രാംദാസിനുമുണ്ട്, അങ്ങനെ നമ്മുടെ ബൈജു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്, പിന്നെ ഗോവർദ്ധൻ്റെ സീനുകൾക്ക്, ഫാസിൽ അവതരിപ്പിക്കുന്ന നെടുമ്പള്ളി അച്ഛന്, പറയാനാണെങ്കിൽ എല്ലാവർക്കും ഉണ്ട് ഗംഭീര സീനുകൾ. അതുപോലെ എല്ലാവർക്കും സ്പോട്ട് ചെയ്യാനും ഓർത്തിരിക്കാനും പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് സീനുകളും പൃഥ്വിരാജ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരെയും അങ്ങനെ വെറുതെ വിട്ടിട്ടില്ല, എല്ലാവർക്കുമുണ്ട്. നമ്മൾ ലൂസിഫറിൽ കണ്ട് കോരിത്തിരിച്ച സംഭവങ്ങളുമൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ
വൈറ്റ് ആൻഡ് വൈറ്റ് മുണ്ടും ഷർട്ടും ഇട്ട് വരുന്ന മോഹൻലാലിനെ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്തെ തീപ്പൊരി ഡയലോഗുകളാണ്. മുരളി ഗോപി എഴുതി വച്ചിരിക്കുന്ന ചില ഡയലോഗുകളും ചില വാക്കുകളുമൊക്കെ ഉണ്ട്. നമ്മൾ കേൾക്കാത്ത ചില വാക്കുകളും ഗ്യാങ്ങുകളും അവരുടെ പേരുകളും ഇതൊക്കെ ആർക്കായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഒന്നുകൂടെ കണ്ടാലേ ചിലപ്പോൾ ഒന്നുകൂടെ പിടിയിട്ടത്തുള്ളൂ. കുറച്ചും കൂടെ മനസ്സിലാക്കാൻ, കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാനുണ്ട് ഈ ചിത്രത്തിൽ എന്ന് നമ്മളെ അതൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ചിത്രത്തിൽ വന്നു പോകുന്ന ഹോളിവുഡ് ആക്ടർമാരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സീൻ വരുമ്പോൾ ശരിക്കും ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഫീലാണ് ഉണ്ടാകുന്നത്. പിന്നെ പ്രമോഷൻ്റെ ഭാഗത്ത് ഈ പൃഥ്വിരാജ് പറഞ്ഞ ചില മേക്കിംഗ് എക്സ്പീരിയൻസുകളുണ്ട്. അതൊക്കെ നമുക്ക് ശരിക്കും അതിശയിപ്പിക്കുന്ന ചില മൊമെൻറ്റുകളാണ് സംഭവിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തത് എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ നിന്നൊക്കെ ഒരു പഞ്ച് സീനുകൾക്ക് ഹെലികോപ്റ്ററൊക്കെ വന്നു നിന്ന് അങ്ങനെയുള്ള കുറേ സീനുകളുണ്ട്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്തു വെച്ചു, ഇമ്പോസിബിൾ ആണല്ലോ, ഇതൊക്കെ മലയാള സിനിമയെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ പൃഥ്വിരാജ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീരമാണ്. തിയേറ്ററിൽ കണ്ട് ബിഗ് സ്ക്രീനിൽ കാണേണ്ട സാധനങ്ങളാണ്. ഐമാക്സിലൊക്കെ എങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല, പക്ഷേ കൊള്ളാം, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മറ്റൊരാൾ കത്തിക്കയറിയിട്ടുണ്ട് സിനിമയിൽ. അത് സാക്ഷാൽ ദീപക് ദേവാണ്. BGM എന്ന് വെച്ചാൽ അന്യായ BGM ആണ്. ചില BGM ഒക്കെ കേട്ടിട്ട് തെലുങ്കിൽ BGM ഒക്കെ ഇട്ട പോലെ ഉണ്ട്. ഭയങ്കര ഗംഭീര BGM ആണ്. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു മാസ് BGM ഒക്കെ വളരെ കുറവാണ്. അത് ദീപക് ദേവ് വേറെ ലെവൽ പിടിച്ചിട്ടുണ്ട്. കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് കത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ സീനുകളുണ്ട്. മോഹൻലാലിൻ്റെ ഇൻട്രോ സീനുണ്ട്, കുറേശ്ശിയായിട്ടുള്ള ഇൻട്രോ. തിയേറ്ററിൽ നിന്ന് വിറക്കിയായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ തിയേറ്റർ കുലുങ്ങിയത് ഇപ്പോഴാണ്. ദീപക് ദേവിൻ്റെ കുറച്ച് ഗംഭീര സാധനങ്ങളുണ്ട്. കുറച്ച് നോർത്ത് ഇന്ത്യൻ സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിന് പറ്റിയ ചില BGMകൾ അത് ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില സീനുകൾ കാണിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയ കുറച്ച് BGM ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഓരോ ടെറൈനിലും അതിനനുസരിച്ചുള്ള BGMകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വിദേശ താരങ്ങൾ വരുമ്പോൾ നമുക്കൊരു ഹോളിവുഡ് ടച്ച് പോലെ തോന്നിക്കും. അതിന് പറ്റിയ ഒരു ടൈപ്പ് BGM ഒക്കെ ദീപക് ദേവ് ചെയ്തിട്ടുണ്ട്. ഒരു മിഷൻ ഇമ്പോസിബിളൊക്കെ കാണുന്ന പോലെയൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ ഫീൽ ചെയ്യും. അതിന് പറ്റിയ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് ദീപക് ദേവിൻ്റെ ഒരു മാസ്മരിക കളി തന്നെ ഈ ചിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്ലസ് എടുത്ത് പറയാനാണെങ്കിൽ ദീപക് ദേവിനെയാണ്. കൂടുതലും പ്ലസ്സാണ് പറയാനുള്ളത്. അതിലേറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു പ്ലസ് പറയാനുള്ളത് ദീപക് ദേവിൻ്റെ തന്നെയാണ്. ഏറ്റവും ആദ്യം എടുത്ത് പറയുന്നത് ഡയറക്ഷൻ തന്നെയാണ്. പൃഥ്വിരാജ് തന്നെയാണ് ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത്. മേക്കിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം. അത് ഇമ്പോസിബിൾ സീനുകൾ മേക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഗംഭീര മ്യൂസിക്, അതിനൊപ്പം മോഹൻലാൽ എന്ന താരത്തെ അവതരിപ്പിക്കുന്ന രീതി തന്നെയാണ് ഇതിനകത്തെ ഗംഭീര സംഭവങ്ങൾ. പിന്നെ എല്ലാം നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കണം. എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ചിത്രത്തിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ആദ്യ പകുതി ഒരു സാധാരണ കഥ പറച്ചിൽ രീതിയിലൂടെ പോകുന്നു. സായിദിൻ്റെ ബാക്ക് സ്റ്റോറിയും പിന്നെ കേരളത്തിലെ രാഷ്ട്രീയവും പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പിന്നെ ഖുറേഷിയുടെ ചില സംഭവങ്ങൾ, ഇതൊക്കെ പറഞ്ഞു പോകുമ്പോഴും കുറച്ച് ലോ ലെവലായിട്ട് നിൽക്കുമ്പോഴും സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് സിനിമ കത്തിക്കയറുന്നത്. സെക്കൻഡ് ഹാഫിൽ ഗംഭീര സംഭവങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിങ്ങനെ പോയി അവസാനം എത്തുമ്പോൾ അന്ന് ലൂസിഫറിൽ കാണിച്ച പോലെ എൻഡിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അതേ ഫോർമാറ്റിലേക്ക് ഈ സിനിമയും സഞ്ചരിക്കുകയാണ്. ആരാണ് ആ മെയിൻ വില്ലൻ, പിന്നെന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഉള്ള L3 ലീഡുമൊക്കെ വെച്ച് ഒരു സംഭവം, അത് ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കും. കൂടാതെ L3 കാണാനുള്ള ഒരു ആകാംക്ഷയും കൂടും. പിന്നെ ഈ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം എൻ ക്രെഡിറ്റിൽ ചില സംഭവങ്ങളുണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞല്ലോ, അതെല്ലാം കാണാൻ വേണ്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പാണ് ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു, തേർഡ് കാണാനുള്ള ആകാംക്ഷയുണ്ട്. അതുകൊണ്ടാണല്ലോ അതിരിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും സാധാരണ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നൊരു പരിപാടിയുണ്ടല്ലോ, അതൊന്നും ഞാൻ തിയേറ്ററിൽ കണ്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് L2 എമ്പുരാൻ എന്നതിൽ ഉറപ്പായി.